ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു താമരയുടെ വിത്തുകൾ കിളിപ്പിക്കുന്നത്. അപ്പോൾ താമരയുടെ വിത്ത് നമുക്ക് കിളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വിത്ത് നമ്മൾ നടുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആ വിത്തുകളൊക്കെ അതാ കിളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നടുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അന്ന് 5 സീഡ് കണ്ട് ഇട്ടിരുന്നു. പക്ഷെ അതിൽ ഒരെണ്ണം ഡാമേജ് ആയിപ്പോയി. ബാക്കി എല്ലാം കിളിച്ചിട്ടുണ്ട്. അത്യാവശ്യം വെയിലുള്ളിടത്തോട്ട് നിർത്താം. എല്ലാം നല്ല കണക്ക് കിളിച്ചിട്ടുണ്ട്. ഒരു 3-4 ഇല നമ്മൾ ലീഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പോട്ട് ചെയ്യാം. പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് വെക്കണ്ട, ഒരു ചെറിയ വെയിൽ കിട്ടുന്ന ഷെയ്ഡിൽ എവിടെയെങ്കിലും വെക്കണം. കിളിച്ചത് ഇതേപോലെ കിളിച്ചത് നമ്മൾ ഇതിൽ നടുകയാണ്. അപ്പോൾ ആദ്യം ഇതൊരു അല്പം ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. താണ്ട് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ അല്പം ചാണകപ്പൊടി എല്ലുപൊടി അടിയിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെളിമണ്ണോ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും മണ്ണ് മതി. കല്ല് മാക്സിമം ഒഴിവാക്കുക. ഇതേപോലുള്ള പൊടിക്കല്ലുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലെ അടിയിൽ മാത്രമേ വളം ഇടാവുള്ളൂ. മേളിൽ ഈ മണ്ണാണ് നമ്മളിടുന്നത്. മണ്ണിങ്ങനെ ഫില്ല് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പോട്ട് ചെയ്തൊരു താമരയുടെ മണ്ണ് തന്നെ നമ്മൾ യൂസ് ചെയ്തേ. നമ്മുടെ പ്ലാന്റ് അഴുകിപ്പോവും. അതുകൊണ്ടാണ് ഈ അടിയിൽ നമ്മൾ വളമിടുന്നത്. നമ്മൾ മേളിലതായി ചെളിമണ്ണോ അതേപോലെ നമ്മുടെ ഏതെങ്കിലും മണ്ണായാലും മതി. കല്ല് മാക്സിമം കുറയ്ക്കണം കേട്ടോ. കല്ല് മാക്സിമം കുറച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചക്കയുണ്ട എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഏകദേശം ഒരു ചെളിപ്പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഗ്ലൗസ് ഉള്ളവർ ഗ്ലൗസ് യൂസ് ചെയ്യുക. ഞാൻ പിന്നെ ഇത് സ്ഥിരം എൻ്റെ ശീലമായി ഇങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. ഗ്ലൗസ് ഇടാമെങ്കിൽ നല്ലത്. ഇതിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളഞ്ഞ് നമ്മുടെ പ്ലാന്റ് ഓരോന്നായിട്ട് എടുക്കുക. പ്ലാന്റ് പതുക്കെ എടുക്കണം. ഇതെല്ലാം അവിടെ കുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പതുക്കെ ഇതേപോലെ ഓരോന്നും എടുത്ത് പതുക്കെ നടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂട്ട് പോകുന്നുണ്ട്. ഈ മുള മേളിയിരിക്കണം. നമ്മൾ കുഴിച്ചിടല്ലോ ഒരിക്കലും. ഇതേപോലെ വെച്ചാൽ മതി. സീഡ് മണ്ണിൽ താത്തങ്ങ് വെച്ചാൽ മതി. എന്താ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. നമ്മൾ സീഡ് ഉണ്ടല്ലോ, ഇതൊരെണ്ണം പോയിട്ടുണ്ട് കണ്ടോ. ഇത് കേടായിപ്പോയി. ഇത് കിളിക്കുമെന്ന് അറിയത്തില്ല. വെച്ചേക്കാം എന്തായാലും. ഇതിന് കേടൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ താത്ത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കുറച്ചും കൂടെ നമ്മൾ കിളിച്ച് വരുന്ന നല്ലപോലെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണേ. പതുക്കെ ഫില്ല് ചെയ്യണം. മാക്സിമം വെള്ളം കലങ്ങാതെ ഫില്ല് ചെയ്യാമെങ്കിൽ നല്ലത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പതുക്കെ ഒഴിച്ചു വിടണം. മാക്സിമം ഒരു പ്ലാസ്റ്റിക്കോ നമ്മൾ ചേമ്പലോ എന്തെങ്കിലും ഇട്ടിട്ട് ഒഴിക്കാമെങ്കിൽ നല്ലതാണ്. ഞാൻ പിന്നെ ഇത് പതുക്കെയാണ് ഒഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇലയെല്ലാം ഒന്ന് നിവർത്തി വെക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി തണലത്ത് വെക്കണം കേട്ടോ. ഡയറക്റ്റ് വെയിലത്ത് വെക്കരുത്. ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന എവിടെയെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുക. എറമ്പിലോ എവിടെയെങ്കിലും. മഴവെള്ളവും അതേപോലെ വീഴരുത്. ആ രീതിയിൽ വെച്ചിരുന്നാൽ മതി. ഇത് പതുക്കെ കിളിച്ച് സെറ്റായിക്കോളും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.